ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് ഭാഷയിലെ പാസീവ് എന്ന് വിളിക്കുന്ന വാചകങ്ങളാണ് ഈ ക്ലാസ്സുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഭാഷയിലും പാസീവ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന വാചകങ്ങളുണ്ട്, എല്ലാ ഭാഷയിലും ഉണ്ട്. പാസീവ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. മലയാളത്തില് അവനെ സഹായിക്കാൻ കഴിയും, അവനെ കൊണ്ടുവരാൻ കഴിയും, അവനെ പഠിപ്പിക്കാൻ സാധിക്കും, അവനെ തിരഞ്ഞെടുക്കാൻ കഴിയും, ഇങ്ങനെ പറയുന്നതാണ് പാസീവ്. അത് ഇംഗ്ലീഷിലും പറയാൻ പറ്റും. അങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നതാണ് പാസീവ് വാചകങ്ങള്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, നമ്മുടെ ഭാഷയിൽ നമുക്ക് രണ്ട് രീതിയിൽ പാസീവ് പറയാറുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായി. അവനെ തിരഞ്ഞെടുക്കണം, അവൻ തിരഞ്ഞെടുക്കപ്പെടണം, അവനെ തിരഞ്ഞെടുത്തു, അവൻ തിരഞ്ഞെടുക്കപ്പെട്ടു. രണ്ട് രീതിയിൽ പറയും. എന്നാൽ എല്ലാ വെർബ്സും, മലയാളത്തിലുള്ള എല്ലാ ക്രിയകളും ഇതേപോലെ രണ്ട് രീതിയിൽ പറയാൻ സാധിക്കില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഒത്തിരി സ്റ്റുഡൻസ് അവൻ തിരഞ്ഞെടുക്കപ്പെട്ടു, അവൻ ശിക്ഷിക്കപ്പെട്ടു, ഇത് മാത്രമാണ് പാസീവ് എന്ന് കരുതി കണ്ടിട്ടുണ്ട്. എന്നാൽ അത് മാത്രമല്ല, അവനെ തിരഞ്ഞെടുത്തു, ഇതും പാസീവാ. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇംഗ്ലീഷിലെ പാസീവ് ആയിട്ടാണ് ഇത് പറയേണ്ടത്. മൂന്നാമത്തെ കാര്യം, എല്ലാ വെർബ്സും നമുക്ക് പാസീവായിട്ട് മലയാളത്തിലും പറയാൻ പറ്റില്ല, ഇംഗ്ലീഷിലും പറയാൻ പറ്റില്ല. ഉദാഹരണമായി, അവൻ ഓടി, അവനെ ഓടി എന്ന് നമ്മൾ പറയില്ല, അവനെ ഓടിച്ചു എന്ന് പറയും. അപ്പോൾ അത് വാചകം മാറി. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്യാൻ എന്ന വാക്കിന്റെ പാസീവ് ആണ്. പി എന്ന് വെച്ചത് പാസീവ്, സ്ഥലമില്ലാത്തത് കൊണ്ടാണ് പി എന്ന് മാത്രം എഴുതിയിരിക്കുന്നത്. പാസീവ് അതുണ്ടാക്കുന്ന രീതി, സബ്ജക്റ്റ് അതിലൂടെ ക്യാൻ വയ്ക്കും, അതിൻ്റെ കൂടെ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ബി എന്ന വെർബ് വയ്ക്കും, അതിൻ്റെ കൂടെ ഏത് വെർബാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിന്റെ ഈ ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വയ്ക്കണം. ഇങ്ങനെയാണ് ക്യാൻ എന്ന വാക്കിന്റെ പാസീവ് ഉണ്ടാക്കുന്നത്. നേരത്തെ നമ്മൾ ക്യാൻ പഠിച്ചിട്ടുണ്ട്. കഴിവിനെ കാണിക്കാൻ, ഐ ക്യാൻ ടീച്ച്, എനിക്ക് പഠിപ്പിക്കാൻ പറ്റും. ഐ ക്യാൻ ഗോ, എനിക്ക് പോകാൻ പറ്റും. അപ്പോൾ നാം ബേസ് ഫോം ആണ് ഉപയോഗിച്ചത്. ഇവിടെ പാസീവില് ഈ ഫോമേ ഉപയോഗിക്കൂ. എല്ലാ പാസീവിലും ഈ ഫോമേ ഉപയോഗിക്കൂ. രണ്ട് വാചകങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. ഐ ക്യാൻ ബി ചോസൺ, എന്നെ തിരഞ്ഞെടുക്കാൻ പറ്റും. ചോദ്യം നമുക്കറിയാം, ക്യാൻ കൊണ്ടുവന്ന് മുന്നിലിട്ടാൽ മതി. ക്യാൻ ഐ ബി ചോസൺ, ക്യാൻ ഐ ബി ചോസൺ, എന്നെ തിരഞ്ഞെടുക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ എന്നെ തിരഞ്ഞെടുക്കാൻ പറ്റുമോ, ഈ രീതിയിൽ ചോദ്യം കണ്ടു. ഇന്ന് കാണുന്നത് നെഗറ്റീവ്, മൂന്നാമത്തെ വാചകമാണ് കാണുന്നത്. എന്നെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല, എന്നെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല. എങ്ങനെ പറയും? നോട്ട് എന്ന വാക്ക് വെച്ചാൽ മതി, ക്യാനിന് ശേഷം നോട്ട് എന്ന വാക്ക് വെച്ചാൽ മതി. ഐ കനോട്ട് ബി ചോസൺ, ഐ കനോട്ട് ബി ചോസൺ. ഇതിന്റെ ഷോർട്ട് ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഐ കാണ്ട്. കനോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് ഐ കാണ്ട്. ഐ കാൺ ബി ചോസൺ, എന്നെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല. പഴയത് ഐ കനോട്ട് ചൂസ്, ഐ കനോട്ട് ചൂസ്, ഐ കാൺ ചൂസ്, എനിക്ക് തിരഞ്ഞെടുക്കാൻ കഴിയില്ല. ഇവിടെ എന്നെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല. ഈ വ്യത്യാസം മനസ്സിലാക്കണം. പാസീവ് ഇതാണ്, എന്നെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല. ഐ കാൺ ബി ചോസൺ, ഐ കാൺ ബി സെൻഡ്, ഐ കാൺ ബി സെൻഡ്, എന്നെ അയക്കാൻ കഴിയില്ല. പഴയത് ഐ കാണ്ട് സെൻഡ്, SEND, ഈ ഫോം ആയിരുന്നു. ഐ കാണ്ട് സെൻഡ്, എനിക്ക് അയക്കാൻ കഴിയില്ല. ഇത് എന്നെ അയക്കാൻ കഴിയില്ല, എന്നെ അയക്കാൻ സാധിക്കില്ല, എന്നെ അയക്കാൻ പറ്റില്ല. ഐ കാൺ ബി സെൻഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഓക്കെ. ഐ കാൺ ബി ടോട്ട്, എന്നെ പഠിപ്പിക്കാൻ കഴിയില്ല. ഐ കാൺ ബി ഹെൽപ്ഡ്, എന്നെ സഹായിക്കാൻ സാധിക്കില്ല. ഐ കാൺ ബി ലെഡ്, എന്നെ നയിക്കാൻ സാധിക്കില്ല. ഐ കാൺ ബി പണിഷ്ഡ്, എന്നെ ശിക്ഷിക്കാൻ സാധിക്കില്ല. എല്ലാം ഇതുപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നും വരില്ല. വി കാൺ ബി ചോസൺ, ഞങ്ങളെ അല്ലെങ്കിൽ നമ്മളെ തിരഞ്ഞെടുക്കാൻ സാധിക്കില്ല. ഇതുപോലെ മറ്റു വേർഡ്സ് പ്രാക്ടീസ് ചെയ്യുക. യു കാൺ ബി ചോസൺ, യു കാൺ ബി ചോസൺ, നിന്നെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല. യു കാൺ ബി സെൻഡ്, നിന്നെ അയക്കാൻ സാധിക്കില്ല. ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഹി കാൺ ബി ചോസൺ, അവനെ തിരഞ്ഞെടുക്കാൻ പറ്റില്ല, അവനെ തിരഞ്ഞെടുക്കാൻ സാധിക്കില്ല. ഹി കാൺ ബി സെൻഡ്, അവനെ അയക്കാൻ കഴിയില്ല. ഹി കാൺ ബി ടോട്ട്, അവനെ പഠിപ്പിക്കാൻ പറ്റില്ല, സാധിക്കില്ല, കഴിയില്ല. ഹി കാൺ ബി ഹെൽപ്ഡ്, അവനെ സഹായിക്കാൻ പറ്റില്ല, അവനെ സഹായിക്കാൻ സാധിക്കില്ല. ഹി കാൺ ബി ലെഡ്, അവനെ നയിക്കാൻ സാധിക്കില്ല. ഹി കാൺ ബി പണിഷ്ഡ്, അവനെ ശിക്ഷിക്കാൻ സാധിക്കില്ല. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം.
ഷീ ഇതേപോലെ തന്നെയാ. ഷീ കാൻ ബി ചോസൺ, അവളെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല. ഇവിടെ ഹി ഷീ ഇതിന് പകരം രാജു, സീത അങ്ങനെ പേരുകളൊക്കെ വഹിക്കാം. അടുത്തത് ദേ കാൻ ബി ചോസൺ, അവരെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല. ദേ കാൻ ബി സെൻഡ്, അവരെ അയക്കാൻ കഴിയില്ല. ദേ കാൻ ബി ടോട്ട്, അവരെ പഠിപ്പിക്കാൻ കഴിയില്ല. ദേ കാൻ ബി ഹെൽപ്, അവരെ സഹായിക്കാൻ സാധിക്കില്ല. ദേ കാൻ ബി ലെഡ്, അവരെ നയിക്കാൻ കഴിയില്ല. ദേ കാൻ ബി പണിഷ്ഡ്, അവരെ ശിക്ഷിക്കാൻ സാധിക്കില്ല. അതുപോലെ മറ്റു വാചകങ്ങൾ വയ്ക്കാം. ഈ വാതിൽ തുറക്കാൻ കഴിയില്ല. എങ്ങനെ പറയും? ഈ വാതിൽ തുറക്കാൻ കഴിയില്ല. പാസീവ് ആണത്. ദിസ് ഡോർ കാൺ ബി ഓപ്പൺഡ്. ഇഡി ഓപ്പൺഡ്. ദിസ് ഡോർ കാൺ ബി ഓപ്പൺഡ്. ദിസ് ഡോർ കാൺ ബി ഓപ്പൺഡ്. ആ ജനാല തുറക്കാൻ പറ്റില്ല. ദാറ്റ് വിൻഡോ കാൺ ബി ഓപ്പൺഡ്. ആ ജനാല അടക്കാൻ പറ്റില്ല. ദാറ്റ് വിൻഡോ കാൺ ബി ക്ലോസ്ഡ്. ദാറ്റ് വിൻഡോ കാൺ ബി ക്ലോസ്ഡ്. ആ ജനാല അടക്കാൻ സാധിക്കില്ല. ഇതെല്ലാം പാസീവാണ്. പാസീവ് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കണം. പലപ്പോഴും സ്റ്റുഡൻസ് ഈ പാസീവ് മനസ്സിലാക്കാതെ സംസാരിക്കാറുണ്ട്. പാസീവ് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ ആവർത്തിക്കുന്നത്. രണ്ടുപേരിരുന്ന് പ്രാക്ടീസ് ചെയ്യണം. 10 പ്രാവശ്യമെങ്കിലും പറയണം. മലയാളം ആദ്യം ആൻഡ് ഇംഗ്ലീഷ്. മലയാളം ഇംഗ്ലീഷ്, മലയാളം ഇംഗ്ലീഷ് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ബോറടിക്കില്ല, തിരുത്താൻ പറ്റും. ഇനി വേർബ്സിന്റെ ലിസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും കുറച്ച് വേർബ്സ് പഠിക്കണം, പുതിയ വേർബ്സ് പഠിക്കണം. അതുപോലെ പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ, അർത്ഥം, ഉച്ചാരണം ഒക്കെ നന്നായിട്ട് പഠിക്കുക. ഒത്തിരി വാക്കുകൾ അറിയാമെങ്കിൽ നന്നായിട്ട് ഇംഗ്ലീഷ് പറയാൻ പറ്റും. അതുപോലെ ഇംഗ്ലീഷിലെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറീസ്, കഥകൾ വായിക്കുക. അങ്ങനെ നമ്മുടെ ഇംഗ്ലീഷ് കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക. അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു. അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ്. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്. അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയില് 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3ആണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും
ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ്, ഇത് വേറെ രീതി, റോട്ട്, ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബിന്റെ രണ്ടാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പൊ 4 ഫോംസ്: ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. നമ്മൾ ഇന്ന് കാണുന്ന വെർബിൽ ആദ്യം കാണുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, അതിന്റെ പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഒരേപോലെയാണ്. എന്നാൽ പ്രസന്റ് ഫോം വ്യത്യാസമുണ്ട്. നമ്മള് 3 ഫോംസേ പഠിക്കുകയുള്ളൂ. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ ഇരിക്കുന്ന അർത്ഥം വ്യത്യാസം ഉണ്ടെങ്കിലും സ്പെല്ലിംഗ് ഉച്ചാരണം ഒന്ന് തന്നെ ആയതുകൊണ്ട് നമ്മൾ അത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ പ്രസന്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് പഠിക്കുക. ഞാൻ വായിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിക്കണേ: ബ്രിങ്, ബ്രോഡ്, ബ്രോഡ്; ബൈ, ബോട്ട്, ബോട്ട്; ക്യാച്ച്, കോട്ട്, കോട്ട്; ടീച്ച്, ടോട്ട്, ടോട്ട്; തിങ്ക്, തോട്ട്, തോട്ട്; ഫൈറ്റ്, ഫോട്ട്, ഫോട്ട്; സീക്ക്, സോട്ട്, സോട്ട്. ഇനി പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ ചേർത്ത് കിട്ടുന്ന പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉള്ള വെർബ്സ് ആണ്. നമുക്ക് വായിക്കാം. പുൾ, പുൾ, പുൾഡ്; advise, advised; advised; agree, agreed, agreed; answer, answered, answered; bless, blessed, blessed; boil, boiled എന്നാണ് പാസ്റ്റ് ഫോം, ഇ ഡി എന്ന് ചേർക്കണേ. boiled; challenge, challenged, challenged; collect, collected, collected; correct, corrected, corrected; count, counted, counted; decide, decided, decided; destroy, destroyed, destroyed; doubt, doubted, doubted; enjoy, enjoyed, enjoyed; hope, hoped, hoped; hunt, hunted, hunted; follow, followed, followed; guess, guessed, guessed; imitate, imitated, imitated; invite, invited, invited; move, moved, moved; pluck, plucked, plucked. ഈ വെർബുകൾ പഠിക്കണം. അർത്ഥം നിങ്ങൾ പഠിക്കണം. ഉച്ചാരണം ആവർത്തിച്ച് അത് ഉറപ്പിക്കണം.